അത് കാണിട്ട് ഇൻഡെക്സ് കാർഡ് വിതിൻ 48 hours പ്രഖ്യാപനം നടക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കമ്മീഷണറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സോ 79.63 പ്ലസ് എന്താണ് വരാൻ പോകുന്നത് സർവീസ് വോട്ടേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ളത് അത് നമുക്ക് കണക്കാക്കിയിട്ട് അവസാനത്തെ ഇൻഡെക്സ് കാർഡിലെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. സോ ഇതാണ് ആമുഖത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഡേറ്റ താങ്കൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അന്ന് പബ്ലിഷ് ചെയ്ത ഡേറ്റ അനുസരിച്ചിട്ട് മെയിലിടെ പെർസെൻറ്റേജ് 75.19% ആണ് മെയിൽ വോട്ടേഴ്സ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഫീമെയിലിൽ 81.19%, അത് ഓൾറെഡി ഗ്രൂപ്പിൽ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തേർഡ് ജെൻഡർ കണക്ക് നോക്കുമ്പോൾ 153 ആൾക്കാർ ഇതിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് 273 ഏകദേശം ഒരു 56.04% തേർഡ് ജെൻഡർ. എതിരെ male percentage is 75.19, female is 81.19, other categories, that is other means third gender, നമ്മൾ 56.04% of the existing voters. So ഇതാണ് താങ്കളോട് നമുക്ക് പറയാനുള്ളത്. ഇതിലെ വീണ്ടും ഒരു കാര്യം താങ്കളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ECI നെറ്റ് ഇതിലെ നമ്മൾ പബ്ലിഷ് ചെയ്ത ഡേറ്റ നമ്മുടെ ഒരു വോട്ടിംഗ് ട്രെൻഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ പബ്ലിക്കിന് ഒരു ആ സ്റ്റേറ്റിൽ എന്തായിരുന്നു വോട്ടിംഗ് ട്രെൻഡ്, ഏകദേശം എത്ര ശതമാനമാണ് വോട്ടിംഗ് നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു പ്രൊവിഷണൽ കണക്ക് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ECI നെറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറെ ഡിസ്ക്ലെയിമേഴ്സ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻഡെക്സ് കാർഡിൽ അവസാനത്ത് വരാൻ പോകുന്നതായിരിക്കും ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു കണക്ക്. അതുവരെ ഉള്ളതെല്ലാം പ്രൊവിഷണൽ കണക്കുകളാണ്. പിന്നെ ഇപ്പോ വോട്ടേഴ്സ് ഓൺ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 1,35,068 ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലെ ആ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു ആൾക്കാരാണ് ഫോം 12A, അതായത് ഒരു ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പോളിംഗില് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഇവര് ആ മണ്ഡലത്തിൽ എവിടെയെങ്കിലും പോയിട്ട് EVM പോയിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. സോ അത്ര ആൾക്കാരുടെ കണക്ക് ഫോം 17C ഉണ്ടാവും. അത് കൗണ്ടിങ് സമയത്ത് അത് എല്ലാ ആൾക്കാർക്ക് അത് കാണാവുന്നതാണ്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ കയ്യിൽ ഈ ഓൾറെഡി ഫോം 17C ഓൾറെഡി നിലവിലുണ്ട്. പിന്നെ ഈ കണക്കെല്ലാം നമുക്ക് ലഭ്യമായിട്ടുള്ളത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, റിട്ടേണിംഗ് ഓഫീസേഴ്സ്, ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് നമുക്ക് തന്നിട്ടുള്ള കണക്കുകളാണ്. പിന്നെ സ്റ്റാറ്റുട്ടറി ഫോംസിലെ ഉള്ള ഡേറ്റ ആയിരിക്കും, ഇൻക്ലൂഡിംഗ് പോസ്റ്റൽ ബാലറ്റ്, ഫോം 17C ഉള്ള എല്ലാ കണക്കുകളായിരിക്കും അവസാനത്ത് ഫൈനൽ ആയിട്ടുള്ള കണക്കില് അത് പരിശോധിക്കുന്നത്. സോ ദാറ്റ് ഈസ് വെരി വെരി ക്രിട്ടിക്കൽ. അത് എല്ലാവരും മനസ്സിലാക്കണം. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള കണക്കുകളെല്ലാം ബേസിക്കലി ഫോർ ആൻ അനാലിസിസ് ഓഫ് ദ വോട്ടിംഗ് ട്രെൻഡ്സ്. ഇപ്പോ നമ്മുടെ അനാലിസിസ് അനുസരിച്ചിട്ട് ഏകദേശം 53,000 സർവീസ് വോട്ടേഴ്സ് 53,984 കണക്ക് മാത്രമാണ് വരാൻ ബാക്കിയുള്ളത്. ബിക്കോസ് അവര് നേരിട്ട് പോസ്റ്റൽ വഴി അവർ അയക്കും. അത് കൗണ്ടിംഗ് ഡേ വരെ നമുക്ക് ലഭ്യമാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. സോ ആ ഒരു ഡേറ്റ ഒഴികെ ബാക്കി എല്ലാ ഡേറ്റ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡേറ്റ നമ്മൾ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനും ഇന്ന് നമ്മൾ കൈമാറിയിട്ടുണ്ട്. പിന്നെ മീഡിയ ഗ്രൂപ്പിൽ നമ്മൾ കൃത്യമായിട്ട് ഇത് ഷെയർ ചെയ്തിട്ടുമുണ്ട്. സോ ഈ കാര്യങ്ങളാണ് താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ EVM നമ്മൾ അന്ന് പബ്ലിഷ് ചെയ്ത ഡേറ്റ 78.27% ആയിരുന്നു. അതിന്റെ ഒരു ബ്രേക്കപ്പ് താങ്കൾ എല്ലാവർക്കും ലഭ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് വോട്ടേഴ്സിനെ മാത്രമാണ് ഇന്ന് വരാൻ ബാക്കിയുള്ളത് കണക്ക്. പിന്നെ പോസ്റ്റൽ വോട്ട്സ് ഇതുവരെ ആയിട്ടുള്ളത് 3,60,193, ഏകദേശം 1.36%. സോ 78.27 പ്ലസ് 1.36 ഏകദേശം 79.63% ആണ് നമുക്ക് പ്രൊവിഷണൽ ആയിട്ട് കേരളത്തിലെ വോട്ടിംഗ് നടന്നിട്ടുള്ളത്. ഇനി സർവീസ് വോട്ടേഴ്സ് വരുന്ന മുറയ്ക്ക് നമ്മൾ ഇതിന് കൂട്ടിച്ചേർക്കാം എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.